മദറിന്റെ ഇത്ര നേരോട്ടൊന്നും അമ്മ റെഡിയാവത്തെ? അർജന്റ് ഉള്ളത് നിനക്കല്ലേ, എനിക്കല്ല. ശരി, നീ പതുക്കെ റെഡിയായി വാ. എന്നോട് ആർക്കും അവിടെ സംസാരിക്കാനുണ്ടെന്ന്. ദേ, അവരെ ചീത്ത പറഞ്ഞു വിട്ടേക്കരുത്. ആരാമേ? നിനക്ക് വഴിയെ മനസ്സിലാവും. നീയോ? ദേഷ്യപ്പെടരുത് വിക്കി, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതല്ല. പിന്നെന്തിനാ നീ വന്നേ? നിങ്ങളുടെ കല്യാണത്തിന് ഞാൻ ഉണ്ടാവില്ലെന്ന് പറയാൻ വന്നതാ. അതെ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ വന്ന് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്റെ സ്വാർത്ഥത കൊണ്ടാ. എനിക്ക് നിങ്ങളെ തന്നെ കിട്ടണമെന്നുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്നല്ല, പക്ഷെ ഇനിയും ഞാൻ എന്റെ പരിധിക്കപ്പുറം പെരുമാറാൻ തയ്യാറല്ല. എനിക്കെന്റെ തെറ്റുകൾ മനസ്സിലായി. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നോക്ക് ശരിക, ആരും താഴാൻ പറ്റാത്ത അത്രയും താഴ്ന്ന ലെവലിൽ വരെ അത്രയും മോശമായിട്ട് നീ പെരുമാറി. ഒരുപക്ഷെ നീ സത്യമാണ് പറയുന്നെങ്കിൽ പോലും അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ക്ഷമിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. സാരമല്ല വെക്കി, നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നോടിപ്പോ സംസാരിക്ക പോലും ഇല്ലായിരുന്നു. നിങ്ങൾ എന്നോട് ഇത്രയെങ്കിലും മിണ്ടിയല്ലോ, സമാധാനമായി. നിങ്ങൾ എന്നും സന്തോഷമായിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് നിങ്ങളെ കിട്ടിയില്ല, പക്ഷെ സാരമില്ല. ആരതിയെ നന്നായിട്ട് നോക്കണം. നിങ്ങൾ രണ്ടുപേരും സുഖമായിരിക്കട്ടെ. ബൈ. കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹിച്ചിരുന്ന പുരുഷനെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രം മനക്കരുത്ത് എനിക്കില്ല വെക്കി. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. നിന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വിക്കി. താങ്ക് യു ചേട്ടാ. ഞാനിന്ന് ഇത്രയും സന്തോഷത്തോടെ ഇരിക്കാൻ കാരണം നീ ഒരാളാ. ഞാൻ മാത്രമല്ല, ഈ സാഹസത്തിന് അമൂല്യം ഉണ്ടായിരുന്നു. അല്ലടാ, അവളെ എവിടെയെങ്കിലും കണ്ടോ നീ? ഞാൻ കുറെ നേരം നോക്കുന്നു. ഇല്ലല്ലോ. അവളെ എന്തിനാ ഇപ്പൊ? റിസോർട്ട് മൊത്തം ഓടി നടക്കുന്നുണ്ടാവും ചിലപ്പോ. ഒരു സെക്കൻഡ് പോലും ഒരു സ്ഥലത്ത് ഇരിക്കാത്ത ആളല്ലേ. യാ, അതും ശരിയല്ലേ. കാലില് ചക്രം കെട്ടിയ പോലെ അവള്. ശരിയടാ, ഞാനൊന്ന് അവളെ നോക്കിയിട്ട് വരാം. നിന്നെ ഈ വേഷത്തിൽ കണ്ട അവക്ക് സന്തോഷമാവും. അതിന്റെ ഒന്നും ആവശ്യമില്ല ചേട്ടാ. പക്ഷേ നീ ഇനി ഒരിക്കലും അവളെ ഹേർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ എപ്പോഴാ വിക്കി അവളെ ഹേർട്ട് ചെയ്തത്? ഒരു കള്ളനാ നീ. ഇപ്പോഴും എന്ത് ഇന്നസെന്റ് ആയിട്ട് അഭിനയിക്കുന്നേ. നാടിനെ പറ്റി മൊത്തം അറിയാം, പക്ഷെ നിന്റെ സ്വന്തം ഹാർട്ടിലെന്നാ നടക്കണേന്ന് നിനക്ക് ഒരു വക അറിഞ്ഞൂടാ. മണ്ടൻ. റൂഡായിട്ട് സംസാരിച്ച് നിന്നെ വിഷമിപ്പിക്കാനൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്താന്ന് പറയടാ. ഇനി കുറച്ച് ദിവസത്തേക്കെങ്കിലും റൗഡി കൊച്ചിന്റെ അടുത്തുനിന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം. വാട്ട്? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഞാനെന്തിനാ അകലം പാലിക്കുന്നേ? ഐ മീൻ, ഞങ്ങള് രണ്ടാളും ഇപ്പൊ നിന്റെ കല്യാണത്തിന്റെ തിരക്കില്ല. അതിനിടയിൽ ഞാനെന്തിനാ അവളെ ഇഗ്നോർ ചെയ്യുന്നേ? ഇത് പറഞ്ഞിട്ട് എന്നെ ആര് വഴക്ക് പറഞ്ഞാലും എനിക്ക് സാരമില്ല. റൗഡി കൊച്ചിന് ചേട്ടനോട് ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് പറഞ്ഞേ പറ്റൂ. വിക്രാന്ത്, ടോക്ക് ടു മീ. ചേട്ടാ, നമ്മുടെ റൗഡി കൊച്ചിന് നിന്നോട്
ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. അഹങ്കാരി എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എല്ലാം കേട് വരുത്തും ഞാൻ. നീ എന്തിനാ കേടാക്കുന്ന? ഞാൻ കേടാക്കാം. ഒന്നും മിണ്ടായിരിക്കും പിള്ളേരെ. അവളുടെ മുഖത്തിന് ഒരു കുഴപ്പമില്ല. അയ്യോ അമ്മേ, പിന്നെ തുടങ്ങാൻ പോവാണോ? ഈ കരച്ചിൽ ഇപ്പൊ അമ്മയ്ക്ക് ഒരു ശീലമായല്ലോ. ഹലോ ഡാർലിംഗ്, അമ്മ കരഞ്ഞാലേ നമ്മുടെ ചേച്ചിയും കരയും. പിന്നെ ഞങ്ങൾ എല്ലാരും കരയേണ്ടി വരും. ആ പിന്നെ ഇവിടെ ഒക്കെ വെള്ളപ്പൊക്കമാവും. മതി മിണ്ടായിരിക്കടി. ഇതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നാളെ നിങ്ങളുടെ മകളും ഇങ്ങനെ കല്യാണ പെണ്ണായിട്ട് നിൽക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ആ അങ്ങനെ ഞങ്ങളുടെ മക്കളെയും പേരക്കുട്ടികളെയൊക്കെ പറ്റി പറ പ്രമീള മോളെ. എന്ത്? അല്ല അമ്മേ. ആ വാ ശാരികേ. വളരെ സുന്ദരിയായിട്ടുണ്ടായിരുന്നു ചേച്ചി. നിക്ക് സാരികെ, വീണ്ടും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണ്ട. എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നേ നീയെ? ഒന്ന് ചുമ്മാ ഇരിക്കേ. അമ്മേ, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാ ഇവള് വന്നത്. ഇങ്ങനെയുള്ളവരെ ഒരു കൈ അകറ്റി നിർത്തണം. എല്ലായ്പ്പോഴും ഒരുപോലെ കാണരുത് അവളെ. ശാരിക ഇപ്പൊ ഒരുപാട് മാറിയിരിക്കുന്നു. സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി മോൾ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ഇല്ല ചെറിയമ്മേ, ഞാൻ ആദ്യം അങ്ങനെ പെരുമാറിയതുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാരും ഇങ്ങനെ പറയുന്നേ. ഐ ഡിസേർവ് ഇറ്റ്. വിക്കി ആദ്യം കിട്ടാത്തത് കാരണം ഞാൻ ആദ്യം ഇറിറ്റേറ്റഡ് ആയി എന്നുള്ള സത്യം. എന്നാ അവന്റെ മനസ്സിൽ ഞാൻ ഇല്ലാന്ന് അറിഞ്ഞപ്പോ മുതല് ഞാൻ എല്ലാം മറക്കാൻ തുടങ്ങി. ഇപ്പൊ ആരതീച്ചി വിവാഹം കഴിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം. അമ്മോ, നീ കേട്ടില്ലേ? എല്ലാവരും മാറും മോളെ. മാറിയവരെ വീണ്ടും അതേ കണ്ണിൽ നീ ഒരിക്കലും കാണരുത് മോളെ. ചെറിയമ്മേ, ആരതീച്ചി എത്ര സുന്ദരിയായിരിക്കുന്നു അല്ലേ? അതേ ശാരികെ, എന്റെ കണ്ണു തന്നെ അവൾക്ക് തട്ടുവോന്നാ എനിക്കിപ്പോ ഒരു പേടി. അങ്ങനെയൊന്നും സംഭവിക്കില്ല ചെറിയമ്മേ. ചേച്ചി ഇത്ര സുന്ദരിയാണെന്ന് വിക്കി എന്തായാലും കല്യാണത്തിന് മുമ്പ് കാണണ്ട. താലി കെട്ടിയതിനു ശേഷം കണ്ടാ മതി. അതുവരെ എന്തായാലും സീക്രട്ട് ആയിട്ടിരിക്കട്ടെ. സാരികെ വേണ്ട. അമ്മോ, ചുമ്മാ ഇരിക്കേ. ആരതേച്ചി, നീയും വിക്കിയും അല്ല വിക്കി ചേട്ടനും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. ഐ വിഷ് യു വെരി ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. അമ്മ പറഞ്ഞതുപോലെ ശാരിക ശരിക്കും മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളപ്പോ ഒരു ചാൻസ് കൊടുക്കണം. അമ്മ പറഞ്ഞത് ശരിയായിരിക്കും. എന്തോ ചെയ്യണമെന്ന് നീ പറഞ്ഞില്ലേ, അത് നീ ചെയ്തോ. ചേച്ചി, അമ്മ പറയുന്ന കേട്ട് നീ ഇതിന് നിന്നു കൊടുക്കരുത്. സാരല്ല അമ്മ, അത് വിട്. അമ്മോ, ഞാൻ പൂജയിലായിരിക്കും. നീ പെട്ടെന്ന് ആരതി റെഡിയാക്ക്. ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. അമ്മ ഒന്നും ടെൻഷൻ ആവണ്ട. ആ മോളെ അതിഥി മഞ്ഞളും കുങ്കുമം ഇച്ചിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞിരുന്നു. അത് വന്നോ നോക്ക്. ചെല്ലേ. ആഹാ, ഇത് കാണാൻ കൊള്ളാമല്ലോ. ഭയങ്കര ഭംഗി തന്നെ. ആ വാ മോളെ വാ. വാ. നീ ഇവിടെയുണ്ടോ? എല്ലാരും നിന്നെ നോക്കുന്നേ. ഇപ്പതാ അമ്മ എന്നെ അന്വേഷിക്കുന്നു എനിക്കറിയാം. ഈ ജോലി കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. ശരി ശരി, ഇങ്ങനത്തെ വലിയ ജോലിയൊന്നും നീ ചെയ്യണമെന്നില്ല. അതുപോട്ടെ, ഇത് പെൺവീട്ടുകാരുടെ റൂമാ. ചേട്ടൻ എന്താ ഇവിടെ? അതൊക്കെ എനിക്കറിയാം. പെണ്ണുങ്ങളുടെ റൂമാന്ന് വെച്ച് എനിക്കെന്താ വന്നൂടെ? ഇവിടെ അവരെ സാധനങ്ങളും അവരെ വസ്തുക്കളും ഒക്കെ ഉള്ളത്. നീ പെണ്ണെന്ന് കേട്ട് ഓടുമായിരുന്നല്ലോ. എന്നാ ഇപ്പോ അങ്ങനെയല്ല. നിന്നെ ഈ രീതിയിൽ മാറ്റിയത് ഏത് പെണ്ണാണാവോ? എനിക്ക് പൂവെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടം.
ചേട്ടാ ചേട്ടാ എന്താ ഈ ആലോചിച്ച് വെക്കുന്നേ? ശരി, നീ ഈ എല്ലാ പൂവും എടുത്തോണ്ട് പോണ്ട, കുറച്ചവിടെ വെച്ചേക്ക്. അമ്മൂലേക്ക് പോവെന്ന് വെച്ച് വലിയ ഇഷ്ടമാ, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അവൾക്ക് ചേട്ടൻ ഇതുവരെ ചെയ്ത ഹെൽപ്പ് മതി. ഇനി പൂവും കൂടി കൊടുക്കാൻ നിൽക്കണ്ട. എനിക്ക് മനസ്സിലായില്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? എന്താണോ പറയേണ്ടത് അത് തന്നെ പറഞ്ഞതും. ചേട്ടൻ ഞാൻ പറഞ്ഞതൊന്ന് മനസ്സിലാക്ക്. അല്ല ആദ്യ, അവിടെ വിക്രാന്തും ഇപ്പൊ ഇത് തന്നെ എന്നോട് പറഞ്ഞത്. ഇപ്പൊ നീയും ഇത് പറയുന്നു. വാട്ട്സ് ദിസ്? ഇതെനിക്ക് ലൂസാണ്. എല്ലാരും എന്താ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിലേഷൻഷിപ്പും ലൂസ് തന്നെയാ ചേട്ടാ. ആദ്യ ആദ്യ നിന്നോടാ ചോദിക്കുന്ന മോളെ, അതിനും ഇതിനും തമ്മിൽ എന്താ ബന്ധം? എല്ലാരും എന്തിനാ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നേ? ആദ്യ ഇവനല്ലേ? അന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയിലുണ്ടോ? എനിക്ക് പൂവ് ഇഷ്ടാണെന്ന് പറഞ്ഞത്. എന്നാ പിടിക്ക്. വേണ്ട, കുഴപ്പമില്ല. ഞാനല്ലേ തരുന്നത്, എന്തിനാ നാണിക്കുന്നേ? പിടിക്ക്. ഓ, കയ്യിൽ ഇതൊക്കെ ഉണ്ടല്ലേ? കുഴപ്പമില്ല, ഞാൻ ചൂടിത്തരാം. തിരിഞ്ഞു നിൽക്ക്. നിന്നോടാ പറയുന്ന. ഓൾറെഡി വെച്ചു. ആരോട് ചോദിച്ചിട്ടാ വെച്ചത്? എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞോ? നീ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് തന്നെയാ വെച്ചത്. അല്ല, ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയതാണല്ലോ ധ്രുവ. അവൻ എവിടെ പോയി? ഇന്നലെ വൈകിട്ട് പോയതാ, പിന്നെ ഇങ്ങോട്ട് കണ്ടതേ ഇല്ലല്ലോ. റിസപ്ഷനും വന്നില്ല. അല്ല, എല്ലാ കാര്യത്തിനും മുമ്പിൽ നിന്നിട്ട് എൻജോയ് ചെയ്യേണ്ട സമയത്ത് കൂടെയില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? കാട്ടുപോത്ത്. ഹലോ ഹലോ, നിങ്ങൾ എവിടെയാ? ആരാ സംസാരിക്കുന്നത് മനസ്സിലായില്ലല്ലോ. നിന്റെ അമ്മൂമ്മയാ സംസാരിക്കുന്ന. ഓ, ഇപ്പൊ സ്വർഗത്തിലേക്ക് ടവറും ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലേ? ഇതിനൊരു കുറവുമില്ല. ഞാൻ അതിഥിയാ. സംസാരം കേട്ടപ്പോഴേ മനസ്സിലായി. എന്റെ വോയിസ് കേട്ടിട്ട് മനസ്സിലായില്ലേ? വോയിസ് കേട്ട ഉടനെ മനസ്സിലാകാൻ അത്ര ഫേമസ് വോയിസ് ഒന്നും അല്ലല്ലോ നിങ്ങളുടേത്. നിങ്ങളെന്താ അമിതാഭ് ബച്ചന്റെ അനിയത്തിയാണോ? ശരി ശരി, ഇപ്പൊ നിങ്ങൾ എവിടെയാ ഉള്ളേ? റിസപ്ഷൻ എന്താ വരാഞ്ഞേ? ഇന്നിങ്ങോട്ട് വന്നില്ല, ആഹാരം കഴിക്കാനും വന്നില്ല. എവിടെ പോയിരിക്കാ നിങ്ങള്? ആര് പറഞ്ഞു ഞാൻ വന്നില്ലാന്ന്? ഞാൻ അവിടെ വന്നല്ലോ, നിങ്ങൾ കണ്ടില്ല, അതുകൊണ്ടാ. അതെയോ, എനിക്ക് മനസ്സിലായതേ ഇല്ല. അത് പോട്ടെ, കല്യാണത്തിന് എപ്പോ വരും? അതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാ? ആ, ഗോതമ്പിന്റെ നിറമുള്ള ഒരു കാട്ടുപോത്തിനെ കാണാനില്ല എന്ന് പരസ്യം കൊടുക്കാനാ. കണ്ടുപിടിച്ചു തരുന്നവർക്ക് താങ്ക്സ് എന്നും പത്രത്തിൽ കൊടുക്കാം. എന്തേ? നോക്ക്, കാട്ടുപോത്തെന്നൊക്കെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വിളിക്കും, നിങ്ങൾ എന്ത് ചെയ്യും?
വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഹലോ, കൂടുതൽ ഡയലോഗ് അടിക്കാതെ എപ്പോ വരുമെന്ന് പറ. എനിക്ക് തോന്നുമ്പോ ഞാൻ വരും, ചിലപ്പോ ഞാൻ വരാതിരിക്കും. അതിന് നിങ്ങക്കെന്താ? അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ? അല്ല, അവിടെ ആരെങ്കിലും എന്തെങ്കിലും ജോലി തന്നോ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ പണി എനിക്കിട്ട് തരാൻ വേണ്ടി വിളിച്ചതാണോ? ഞങ്ങളുടെ നാട്ടിലെ ഇതിനെ അഹങ്കാര വർത്താനം എന്ന് പറയുന്നേ. അമ്മ നിങ്ങളെ അന്വേഷിച്ചോണ്ട് വിളിച്ചെന്നേ ഉള്ളൂ. അല്ല, തന്നെ കുറിച്ച് ഞാൻ എന്തിനാ അന്വേഷിക്കുന്നേ? എനിക്കറിയാം അമ്മയെ എന്നെ അന്വേഷിച്ചതെന്ന്. അല്ലേലും തനിക്ക് അങ്ങനെ തോന്നാനായിട്ട് എന്ത് കാര്യമോ ഉള്ളേ? ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ട്. നിങ്ങൾ എപ്പോ വരുമെന്ന് പറ. ഇല്ലെങ്കിൽ അമ്മയോട് ഞാൻ എന്റെ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു കൊടുക്കും. വെറുതെ അവരെ ടെൻഷൻ ആക്കണ്ട. മുഹൂർത്ത സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും. ഹലോ ഹലോ. ആ, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് ഇവരോട് ഞാൻ എങ്ങനെ പറയും? അല്ല, ഫോൺ വിളിച്ചത് ഞാനാ. അത് കട്ട് ചെയ്യാൻ ഇവനാരാ? ശരിക്കും കാട്ടുപോത്ത് തന്നെയാ. എനിക്കിതൊക്കെ മണ്ഡപത്തിലേക്ക് കൊണ്ടു കൊടുക്കണം. നിങ്ങളോട് വഴക്കുണ്ടാക്കി നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ പോവാ. നിനക്ക് പൂവ് തന്നാ നീ വിഷമിക്കുന്ന ആദ്യം പറഞ്ഞത് അതെന്തോണ്ടാ? നിന്നോട് ചോദിക്കും. ഇത് വെച്ചോ, ഭാവിയിൽ ആവശ്യം വരും. എന്താ ഇതൊക്കെ? എന്റെ ഫോട്ടോ, എന്റെ ഹാൻഡ് കർച്ചീഫ്, പിന്നെ ഞാൻ യൂസ് ചെയ്തിരുന്ന പെൻ, യോഗട്ട് കപ്പ്, ഇതൊക്കെ നീ എന്തിനാ സേഫായി ബാഗിൽ എടുത്ത് വെച്ചേക്കുന്നേ? അതെ അമൂല്യ, അമൂല്യ നിക്ക്. ഇതെന്തളിയാ ഇത്രയും വലിയൊരു ഗിഫ്റ്റ്? ഓ, ആ സുമേഷ് നിനക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി ഓടി ഓടി വന്നതാ. പെട്ടെന്നൊരു കോള് വന്നു. ഫോണിലെന്തോ പ്രേതെന്നോ മീനാക്ഷിന്നോ പാനിപൂരി രഞ്ജിത്തെന്നോ ജഗദീഷേട്ടൻ വിളിക്കുന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇതെല്ലാം എന്റെ കയ്യിൽ തന്നിട്ട് ഓടിപ്പോയി. അളിയാ, നമ്മുടെ സുമേഷിന്റെ ഈ മിസ്റ്റർ എങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം നിന്റെ കല്യാണം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി എല്ലാ പണി നോക്കാം. അതൊക്കെ പോട്ടളിയാ, നീ ഇപ്പൊ എനിക്കൊരു അനിയനും കൂടി ആവാൻ പോവാ. അപ്പൊ ഞാൻ നിന്നെ എന്താ വിളിക്കുക? അളിയെന്നോ അതോ അനിയാന്നോ? ഒന്ന് ചുമ്മാ ഇരിക്കളിയാ, ഒന്നാമത്തെ ടെൻഷൻ ആയിരിക്കാം. ഇവിടെ കയ്യും കാലൊക്കെ വരയ്ക്കാം. നിങ്ങൾ എന്ത് വേണേലും വിളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ആ മോനെ, അമ്മാവാ, നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞാനിത് നിന്റെ തലയിൽ വെച്ച് തരട്ടെ? അയ്യോ, അതെന്ത് ചോദ്യം അമ്മാവാ, വെച്ചോളൂ. ഇരിക്കും മോനെ. ഇപ്പോഴത്തെ പയ്യന്മാരെ കുറിച്ച് വാക്ക് പറയല്ലോ, നല്ല ഹാൻസമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് അമ്മാവാ, താങ്ക് യു സോ മച്ച്. മകൾ ഒരുപാട് ഇഷ്ടപ്പെട്ട പയ്യനെയാണ് കല്യാണം കഴിക്കുന്നെങ്കിലും ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം വേറൊരു കുടുംബത്തിലേക്ക് പോവാന്നറിയുമ്പോ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നാണ് മോനെ. നിന്നെ ഒരുപാട് വിശ്വസിച്ച എന്റെ മൂത്ത മകളെ, എന്റെ പൊന്നുമോളെ നിന്റെ കയ്യിലേൽപ്പിക്കുന്നത്. അവളെ നീ നന്നായിട്ട് നോക്കിക്കോണേ മോനെ.
ഞാൻ അവൾ എന്റെ പ്രാണനെ പോലെ നോക്കിക്കോളാം അമ്മാവ. അതോർത്ത് പേടിക്കണ്ട. എടോ പാനിപ്പൂരി രഞ്ജിത്തെ, എന്നാലും എന്താ എന്റെ മീനാക്ഷിയുടെ കാര്യത്തിന് നല്ലൊരു സൊല്യൂഷൻ കിട്ടുന്നില്ലല്ലോ? ആ ജഗദീഷ് സാറിനെ ആണെങ്കിൽ കയ്യിൽ കിട്ടുന്ന പോലും ഇല്ല. സുമേഷ് ഏട്ടാ, നിങ്ങൾ ജെയിംസ് ഏട്ടനെ തീരെ വിശ്വാസമില്ലാത്തോണ്ട് നിങ്ങളെ കേസ് നോക്കാൻ അയാൾക്ക് ഭയങ്കര മടിയാ. അതെന്തായാലും അദ്ദേഹം ഒരു ടോപ്പ് ലെവൽ മാന്ത്രികനായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ അയാൾ ആ പ്രേതത്തിനെ പിടിച്ച് കെട്ടേണ്ടതായിരുന്നില്ലേ? അല്ലാതെ വെറുതെ പൈസ കൊടുക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവണ്ട. ഈ കാര്യത്തിൽ ഞാൻ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി തരാം. ശരി എന്നാ. അമൂല്യ, അവിടെ നിൽക്കാനാ പറഞ്ഞേ. അമൂല്യ, പിന്നെ ഞാനെന്തിനാ ഇതിനെപ്പറ്റി ആലോചിക്കുന്നേ? ദൂരെ ദൂരെ മിഴി ദൂരാതെ താരങ്ങൾ പാടുന്നേതോ ഒരു നോവും നിലാവിന്നീണം തിരി താഴുന്നൊരേ എന്നോർമകളിൽ നീ നിഴല. നിനക്ക് ചെവി കേക്കില്ലേ? ഞാൻ എത്ര വട്ടം വിളിച്ചു എന്നാ? തിരിഞ്ഞു നോക്കി എന്താ പ്രശ്നം? Now tell me, ഞാൻ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ നിന്റെ ബാഗിൽ എങ്ങനെ? തുടരുതെന്നെ. അമൂല്യ, നിനക്ക് എന്താ പറ്റിയേ? എന്തിനാ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്കൊന്നും പറ്റിയില്ലെന്ന്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നന്നായിട്ടാ ഉള്ളത്. ഒന്ന് വായടച്ചു വെക്കേ. നീ ഇപ്പൊ പഴയ പോലെയല്ല.